ആഡിയേഴ്സ് MA കോളേജ് കോതമംഗലം 2024 അവരുടെ ഡിഗ്രി അഡ്മിഷനായിട്ട് ഇപ്പോൾ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ SHൻ്റെ ഓൾറെഡി നേരത്തെ പറഞ്ഞു. ഇപ്പോൾ MA കോളേജ് കോതമംഗലത്തിൻ്റേതാണ്. ഇവർ രണ്ടുപേരും ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, MG യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കോളേജിൻ്റെ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യണം. അപ്പോൾ വെബ്സൈറ്റ് macollege.ac.in എന്നുള്ള വെബ്സൈറ്റാണ്. വെബ്സൈറ്റ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കും. ഈ വർഷം മുതലുള്ള ഓണേഴ്സ് കോഴ്സുകൾ BA എക്കണോമിക്സ്, ഇംഗ്ലീഷ്, ഹിന്ദി, സോഷ്യോളജി, ഹിസ്റ്ററിയാണ്. കൂടാതെ BSc മാത്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി ഉണ്ട്. BCom ഓണേഴ്സും ഉണ്ട്, സെൽഫ് ഫിനാൻസിങ് കോഴ്സായിട്ടും ഉണ്ട്. പിന്നെ നമുക്ക് 2 BVOC പ്രോഗ്രാംസ് ഉണ്ട്, UGC അപ്രൂവ്ഡ്. BVOC ബിസിനസ് അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ 3 വർഷത്തെ കോഴ്സാണ്. BVOC ഡേറ്റ അനലിറ്റിക്സ് ആൻഡ് മെഷീൻ ലേണിംഗ്, അതും 3 വർഷത്തെ കോഴ്സാണ്. പിന്നെ നമുക്ക് +2 കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുന്ന 5 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് PG കോഴ്സ് ഉണ്ട്. അത് MSc പ്രോഗ്രാമിംഗ് ബേസിക് സയൻസ് ബയോളജിയാണ്. ഇതും എയ്ഡഡ് കോഴ്സാണ്. അപ്പോൾ നിങ്ങൾ ഈ വെബ്സൈറ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, macollege.ac.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ആക്കുമ്പോൾ ഇവിടെ UG CAP 2024 എന്ന് കാണാൻ പറ്റും. നമ്മളതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പേജിലേക്ക് ഓപ്പൺ ആവും. അതിൽ നമുക്ക് നിങ്ങൾക്ക് അഡ്മിഷനായിട്ടുള്ള എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ അന്വേഷിക്കാനുള്ള 2 ഫോൺ നമ്പർ, ലാൻഡ്ലൈൻ നമ്പറും മൊബൈൽ നമ്പറും കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് കോട്ടയാണെങ്കിൽ അതിൻ്റെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു ചെറിയ കാര്യം കൊടുത്തിട്ടുണ്ട്. നമുക്കതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അതിൽ കാണിക്കുന്നത് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തേക്കുന്നത് 13 എയ്ഡഡ് പ്രോഗ്രാമിലേക്കും 2 UGC അപ്രൂവ്ഡ് പ്രോഗ്രാംസിലേക്കും, അതുപോലെ തന്നെ ഒരു സെൽഫ് ഫിനാൻസിങ്, നമ്മൾ നേരത്തെ പറഞ്ഞ BCom എന്ന് പറയുന്ന ആ കോഴ്സാണ് സെൽഫ് വരുന്നത്, അതിലേക്കൊക്കെ ഉള്ള ആപ്ലിക്കേഷനാണ് ഇപ്പോൾ ഇൻവൈറ്റ് ചെയ്തേക്കുന്നത്. ഓൾറെഡി 4-ാം തീയതി മുതൽ ഇപ്പോൾ ഓപ്പൺ ആണ്. ഓരോ നമ്പർ ഓഫ് സീറ്റുകൾ, ഓരോ കോഴ്സിനും എത്ര സീറ്റുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ BA ഇംഗ്ലീഷ് ആണെങ്കിൽ 40 സീറ്റാണ്, അങ്ങനെ ഹിന്ദി 30 സീറ്റ്, അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു സീറ്റുകളുടെ ആ ഒരു ലിസ്റ്റ് ഇതിൽ കാണാനായിട്ട് സാധിക്കും. അതാണ് അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞത്. ക്ലിക്ക് ചെയ്താൽ ഇനി പ്രോസ്പെക്ടസ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കോളേജിൻ്റെ പ്രോസ്പെക്ടസ് കിട്ടും. തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് പ്രോസ്പെക്ടസ് ഒന്ന് വായിച്ച് നോക്കുക കേട്ടോ. ഇനി ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് എന്നും പറഞ്ഞിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്കത് എന്താണെന്നുള്ളതൊന്ന് നോക്കാം. ഇൻസ്ട്രക്ഷൻ കൊടുത്തേക്കുന്നത് നമ്മൾ ഈ ഒരു MA കോളേജിൻ്റെ വെബ്സൈറ്റ് www.macollege വെബ്സൈറ്റ് വഴി നിങ്ങൾ രജിസ്റ്റർ ചെയ്യാമെന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ ഒരു ലാപ്ടോപ്പിലോ ഡെസ്ക്ടോപ്പിലോ ചെയ്യുന്നതാണ് അഭികാമ്യം. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്നതുള്ളൂ, പക്ഷേ ഫോണിൽ കുറച്ചും കൂടി നല്ലത് ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ ഉപയോഗിക്കാവുന്നതാണ്. ഒരാൾക്ക് 6 പ്രോഗ്രാം വരെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അത് മാൻഡേറ്ററി ആണെന്നാണ് പറയുന്നത് കേട്ടോ. 4 എങ്കിലും മാൻഡേറ്ററി ആണെന്നുള്ളതാണ് പറയുന്നത്. ആപ്ലിക്കേഷൻ ഫീസ് 300 രൂപയാണ്. SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 150 രൂപയുമാണ് വരുന്നത് കേട്ടോ. ഇനി ഈ ഫീസൊന്നും നമ്മൾക്ക് റീഫണ്ട് ചെയ്ത് കിട്ടുന്നതല്ല. ഇനി കാൻഡിഡേറ്റ്സ് അപ്ലൈയിങ് അണ്ടർ സ്പോർട്സ് കൾച്ചറൽ കമ്മ്യൂണിറ്റി മസ്റ്റ് ബി അപ്ലൈ, അതായത് നിങ്ങൾ സ്പോർട്സ് കോട്ടയിലോ കൾച്ചറൽ കോട്ടയിലോ കമ്മ്യൂണിറ്റി കോട്ടയിലോ ആണെങ്കിലോ എല്ലാം തന്നെ ഈ ഓൺലൈൻ അപ്ലൈ ചെയ്യണം. പിന്നെ കമ്മ്യൂണിറ്റി കോട്ട നിങ്ങൾ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണം. അതുപോലെ തന്നെ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന കുട്ടികൾ അവർ അപ്ലൈ ചെയ്തതിൻ്റെ ആ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ സെൽഫ് അറ്റസ്റ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ അറ്റസ്റ്റ് ചെയ്താൽ മതി. സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ കോളേജിൻ്റെ ഓഫീസിൽ എത്തിക്കാനും പറയുന്നുണ്ട് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ മാനേജ്മെൻറ്റ് കോട്ടയാണെങ്കിലും ഈ ഒരു ഓൺലൈൻ മോഡിലൂടെ നിങ്ങൾ അപ്ലൈ ചെയ്യണം. പിന്നെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ആ കോളേജിൻ്റെ വെബ്സൈറ്റിൽ മാനേജ്മെൻറ്റ് അഡ്മിഷൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്, അതിൽ കോൺടാക്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ബാക്കി ആരും തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു കൾച്ചറൽ സ്പോർട്സ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട അതിലുള്ളവർ മാത്രം ഈ ഒരു ഹാർഡ് കോപ്പി നമ്മൾ അപ്ലൈ ചെയ്തതിൻ്റെ ആ പ്രിൻ്റ് ഔട്ട് കോളേജിൽ എത്തിക്കേണ്ട ആവശ്യമുള്ളൂ. വേറെ ആരും തന്നെ കോപ്പി ഒന്നും കോളേജിൽ ഇപ്പോൾ ഹാജരാക്കേണ്ട ആവശ്യമില്ല. അഡ്മിഷൻ കിട്ടിയിട്ട് മതി. പക്ഷേ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എടുക്കണം കേട്ടോ. ഇനി നിങ്ങൾ ഒരു പ്രത്യേകം ഓർക്കുക, ഞാൻ SHൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ആദ്യത്തെ 2 അലോട്ട്മെൻറ്റുകളൊക്കെ കഴിയുമ്പോൾ തന്നെ സീറ്റുകൾ ഏകദേശം ഫില്ലാവും. പിന്നീട് അവർ സ്പോട്ട് അലോട്ട്മെൻറ്റുകൾ അല്ലെങ്കിൽ ഒക്കെ നടത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ സീറ്റ് വേക്കൻസി അനുസരിച്ചിട്ട് നിങ്ങൾ SMS വഴിയോ മെയിൽ ID വഴിയോ അറിയിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നിങ്ങളെപ്പോഴും അലോട്ട്മെൻറ്റുകൾ കഴിഞ്ഞ് ക്ലാസ്സുകൾ തുടങ്ങി എന്ന് പറഞ്ഞാലും നിങ്ങൾ കോളേജിൻ്റെ വെബ്സൈറ്റ് റെഗുലറായിട്ട് ചെക്ക് ചെയ്യുക.
രണ്ടാമത്തെ കാര്യം, നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കൊടുക്കുന്ന മെയിൽ ഐ ഡി ഫോൺ നമ്പറും നിങ്ങൾക്ക് മെയിലോ SMS ഒക്കെ വന്നാൽ അറിയുന്ന നമ്പേഴ്സ് ആവാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇവർ ഇൻസ്ട്രക്ഷൻസ് ഇതിൽ പറഞ്ഞേക്കുന്നത്. ഇനി അപ്ലൈ ഓൺലൈൻ ചെയ്യാനുള്ള ലിങ്കും കൂടി നമുക്കൊന്ന് നോക്കാം. പ്രോസ്പെക്ടസ് നിങ്ങൾ ദയവായിട്ട് വായിക്കുക കേട്ടോ, ഈ ഒരു എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, ഇവർ ഷെഡ്യൂളും പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ SH ഒരു ഡീറ്റെയിൽ ഷെഡ്യൂൾ പബ്ലിഷ് ചെയ്യും എന്നുള്ളത്. നിലവിൽ അവർ ഷെഡ്യൂൾ പബ്ലിഷ് ചെയ്തിട്ടില്ല, ഡീറ്റെയിൽ ഷെഡ്യൂൾ പബ്ലിഷ് ചെയ്യും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതുപോലെ ആയിരിക്കും. ഇപ്പോൾ MA കോളേജ് ഒരു ഷെഡ്യൂൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ ആയിരിക്കും SH പബ്ലിഷ് ചെയ്യുമ്പോൾ വരുന്നത് കേട്ടോ. ഡേറ്റുകൾ ചിലപ്പോൾ വ്യത്യാസം വന്നേക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഓൾറെഡി 4-ാം തീയതി ഇവർ രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് അവർ പറഞ്ഞിട്ടില്ല, കാരണം CBSEയുടെ റിസൾട്ട് വരുന്ന വരെ എന്തായാലും രജിസ്ട്രേഷൻ ഓപ്പൺ ആയിരിക്കും. പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ടു ബി ഡിക്ലെയർ എന്നാണ് അവർ പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം കണ്ടു, ഇങ്ങനെ പബ്ലിക്കേഷൻ ഓഫ് റാങ്ക് ലിസ്റ്റ് ഇങ്ങനെയാണ്. അപ്പോൾ ഓരോ ടൈമും നിങ്ങൾ വെബ്സൈറ്റ് നോക്കണം. ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിട്ട് നമ്മൾക്ക് അടുത്തത് വരുന്നത്, നമ്മൾക്കൊരു താൽക്കാലിക റാങ്ക് ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു താൽക്കാലിക റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ സാധാരണ കോളേജ് പറയാറുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അവർക്ക് മെയിൽ ചെയ്യുകയോ കോൾ ചെയ്യുകയോ ഒക്കെ ചെയ്യാമെന്നുള്ളത്. അങ്ങനെ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് അവരൊരു ടൈം തരും. ആ ഒരു ഡേറ്റിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യുക. അതിനുശേഷം ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. പിന്നെ വെയിറ്റിംഗ് ലിസ്റ്റും പബ്ലിഷ് ചെയ്യും. പിന്നെ ഈ ഒരു ഓരോ അഡ്മിഷൻ ഫോർ കാൻഡിഡേറ്റ് സെലക്റ്റഡ് അണ്ടർ കൾച്ചറൽ, സ്പോർട്ട്, ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള കോട്ട എന്ന് പറഞ്ഞിട്ട് ഒരു ഡേറ്റ് ഇടും. അപ്പോൾ ആ ഓരോ ഡേറ്റുകൾ, അപ്പോൾ ഇങ്ങനെയാണ് ഇവരുടെ അഡ്മിഷൻ പ്രൊസീജിയർ വരുന്നത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ലാസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു താൽക്കാലിക റാങ്ക് ലിസ്റ്റ് ഇടും. അതിൽ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം. അതിനുശേഷം ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഇടും. പിന്നെ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽഡ് ഡേറ്റ് ആയിട്ട് ഒരു ഷെഡ്യൂൾ കറക്റ്റായിട്ട് പിന്നെ അത് പബ്ലിഷ് ചെയ്യും കേട്ടോ. ഇങ്ങനെയല്ല, ഇതിലും കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നല്ല രീതിയിൽ അവർ പബ്ലിഷ് ചെയ്യും. അപ്പോൾ ഇതുപോലെ തന്നെ SHൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഷെഡ്യൂൾ പബ്ലിഷ് ചെയ്യും. അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റുകൾ റെഗുലറായിട്ട് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. ദിവസവും നിങ്ങൾ വെബ്സൈറ്റുകൾ നോക്കുക. അപ്പോൾ പ്രിൻസിപ്പൽ അതായത് ഓരോ കാര്യങ്ങൾ പ്രിൻസിപ്പളിൻ്റെ ഇതിലാണ് എന്നുള്ളതാണ്. കാരണം ഓട്ടോണമസ് ആയതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ബോഡിക്കാണ് അവരുടെ അഡ്മിഷനും ഒക്കെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനുള്ള പവറുള്ളത്. സോ ഇതനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വെബ്സൈറ്റിലുണ്ട്, അതിലൂടെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്താലൊന്നും കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ. താങ്ക് യു.